അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലറ്റ് ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസസ് ആക്കി നുറുക്കി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 4 പൊടിയായി അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുകയാണ്. അധികം എണ്ണ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമ്മളിത് വഴറ്റുന്ന കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സവോള നന്നായി വഴറ്റിയെടുക്കാം. സവോള വഴറ്റുന്ന കൂടെ നമുക്കൊരു 10-15 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ്. പൊടിവർഗ്ഗങ്ങളുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ചെടുത്ത ബീഫ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ബീഫ് മസാലയുമായി നന്നായി യോജിച്ചു വരണം. ബീഫ് ഒന്ന് നന്നായി ചൂടായി കിട്ടുകയും വേണം. അതുവരെ നമുക്ക് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാവുന്നതാണ്. ബീഫ് നന്നായി ചൂടായി കഴിയുമ്പോൾ പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ബീഫ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തീയിൽ നിന്ന് മാറ്റി വെക്കണം. ഈ സമയം നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വന്നോട്ടെ. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ കൈവച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഉരുളകളായി എടുത്ത് നമുക്കത് ആവശ്യമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലൊരു ഐ ഷേപ്പിലാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറുക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നോട്ടെ. ആ സമയത്ത് നമുക്ക് ഓരോ കട്ട്ലറ്റും ഇതുപോലെ മുട്ട വെള്ളയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇതുപോലെ മുട്ട വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞ് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ അത് വറുത്തെടുക്കണം. തിരിച്ച് മറിച്ച് വിട്ടുകൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ മിക്സ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് അത് ഏകദേശം നന്നായി വെന്തിരിക്കുന്നതായതുകൊണ്ട് അകമൊന്നും വേകേണ്ട കാര്യമില്ല. നമുക്ക് പുറം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാകും. ഒരുപാട് തീ വെച്ചാൽ നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോ കട്ട്ലറ്റായിട്ട് വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ബ്രെഡ് ക്രംസ് നമ്മളിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് മിച്ചം വരുന്നത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് വറുത്തെടുക്കും. വറുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ പൊടിച്ച് നല്ല ഫൈൻ പൗഡറാക്കിയാണ് എടുത്തുപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കട്ട്ലറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. മുട്ട വെള്ളയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിഞ്ഞെടുത്ത് വറുത്തെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ, അതുകൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.